അതിജീവനം ബൈ ജിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം OCD ആണ്. OCD, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും. പലർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് OCD. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു കൈ കഴുകി നമ്മൾ വീണ്ടും വീണ്ടും കഴുകണം എന്നുള്ളൊരു തോന്നൽ. അതായത് ഒരു തവണ കഴുകി വൃത്തിയായില്ല, വീണ്ടും വീണ്ടും കഴുകി, അങ്ങനെ കയ്യിലെ തോല് വരെ പോകുന്ന അവസ്ഥയൊക്കെ ഓരോരുത്തർക്ക് ഉണ്ട് ആ രീതിയിൽ. അല്ലെങ്കിൽ നമ്മൾ വീട് വീണ്ടും പൂട്ടിയോ എന്നൊരു സംശയം, വീണ്ടും വീണ്ടും പോയി ചെക്ക് ചെയ്യുന്നു. ഒരു തവണ ചെക്ക് ചെയ്തു, 2 തവണ ചെക്ക് ചെയ്തു, അത് നോർമലാണ്. പക്ഷെ ഒരു 10 തവണയും 20 തവണയൊക്കെ ഒരാൾ ഒരു വീട് പൂട്ടിയിട്ടുണ്ടോ ചെക്ക് ചെയ്യുന്നത് നോർമലായിട്ടുള്ള കാര്യമാണോ? ഒരിക്കലുമല്ല. അപ്പോൾ അതൊരു തരം OCD ആണ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന കാര്യമാണ്. നമ്മൾ തമാശയ്ക്ക് പോലും പലരോടും പറയും, അയാൾക്ക് OCD ആണ്, അല്ലെങ്കിൽ അവർക്ക് OCDയുടെ പ്രശ്നമുണ്ട്. വൃത്തിയുടെ പ്രശ്നത്തിനാണ് കൂടുതലും എല്ലാവരും OCD എന്ന് പറയുന്നത്. അവന് കുറച്ച് വൃത്തി കൂടുതലാണെങ്കിൽ അവൻ OCD ഉള്ളവനാണ്, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ OCD എന്ന് പറയുന്നത് ശരിക്കും ഇത് OCD ആണ്. പക്ഷേ OCD ഒരു വേറെ വേറെ തലങ്ങളുണ്ട്. അത് എത്ര പേർക്കറിയാം? OCD എന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലി OCD ഉണ്ടായിരുന്ന ഒരു വ്യക്തി. ഈ രീതിയിൽ OCD അല്ല എനിക്കുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സമയം തന്നെ പല രീതിയിലുള്ള OCDകളിലൂടെ OCD ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് എൻ്റെ മെഡിറ്റേഷൻ, അഫർമേഷൻ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയും അത് മാറ്റിയെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. സോ എൻ്റെ അനുഭവം, എനിക്ക് ഉണ്ടായ ആ ഒരു ഗുണം, അല്ലെങ്കിൽ എൻ്റെ അനുഭവം മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് ഏതെങ്കിലും രീതിയിൽ യൂസ് ആവുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ വൃത്തി, അതുപോലെ ഈ ഒരു സംശയം എന്നുള്ള പ്രശ്നം തന്നെയാണ് ഈ OCD എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്നത്. സംശയം, നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതാണ് അതിൻ്റെ ഒരു മെയിൻ OCDയുടേത്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത്. കാരണം അത്രയും ഒരു 2-3 വർഷം ഇതിലൂടെ ഭയങ്കരമായിട്ട് സഫർ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കുണ്ടായിരുന്ന OCD എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അതായത് ദൈവങ്ങളെക്കുറിച്ച് നമുക്ക് നെഗറ്റീവായിട്ട് ചിന്ത വരിക. ഒരിക്കലും നമ്മൾ വേണമെന്ന് വെച്ചിട്ടല്ല അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. നമ്മൾ നിസ്സഹായരാണ്, അതിനെതിരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ രീതിയിൽ നമുക്ക് അങ്ങനെ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോയി നിന്ന് കഴിഞ്ഞാൽ ദൈവങ്ങളെക്കുറിച്ച് മോശമായ ചിന്ത വരിക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുകയാണെങ്കിൽ അയാളെ പെട്ടെന്ന് തള്ളിയിടണം എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ ഞാൻ ഇതിനു മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിനോട് സംസാരിച്ചപ്പോൾ ആളും പറഞ്ഞു ആൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതുപോലെ പ്രമുഖ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഷോർട്സ് ഞാൻ അതുപോലെ കണ്ടു. ട്രെയിനിൻ്റെ സൈഡിൽ ഒരാൾ നിൽക്കുമ്പോൾ തള്ളിയിടാൻ തോന്നുക ഉള്ളിൽ നിന്ന്. പക്ഷെ വേണ്ട അങ്ങനെ പറഞ്ഞാൽ നമ്മളെ തന്നെ അടക്കുക. ഇതൊക്കെ OCD ആണ് സത്യം പറഞ്ഞാൽ. പക്ഷെ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടപ്പോഴേ ഞാൻ ഞെട്ടിയത്. കാരണം എനിക്കും ഈ പ്രശ്നമുണ്ട് പറഞ്ഞാൽ എത്ര പേരാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് താഴെ. സോ പലർക്കും ഈ ഒരു സംഭവം ഉണ്ട്. പക്ഷെ എല്ലാവരും ഇത് നോർമലാണെന്ന് വിചാരിച്ചിരിക്കുക. നോർമൽ ആയിട്ടുള്ള കാര്യമല്ല ഇത്. ഇതൊരു തരം OCD തന്നെയാണ്. അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹമില്ല, പക്ഷെ നമ്മളെ കൊണ്ട് ആരോ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞ് ഇത് ചെയ്യൂ എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരാൾ അവിടെ നിൽക്കുകയാണ്, അയാളെ എന്തെങ്കിലും ഉപദ്രവിക്കണം നമുക്ക് തോന്നുക, അല്ലെങ്കിൽ ചീത്ത വിളിക്കണം എന്ന് തോന്നുക. ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിച്ചു. ആൾ പറഞ്ഞു ആൾക്കൊരാളെ കാണുമ്പോൾ ഇങ്ങനെ ആളുടെ മുഖത്തേക്ക് തുപ്പണം എന്ന് തോന്നുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നോർമൽ ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. പക്ഷെ നമുക്ക് തന്നെ അറിയാം അത് റോങ് ആണ് ചിന്ത എന്ന്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ നമ്മളെ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ളതാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും OCD എന്ന് പറയുന്നത് വളരെ വളരെ വേദനാജനകമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമുക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിന് കമ്പൽഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു ചിന്ത വരുമ്പോൾ അതിനെ നമ്മൾ തടഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ചിന്ത വരുന്നു, നമ്മൾ വീണ്ടും അതിന് സൊല്യൂഷൻ കൊടുക്കുന്നു, വീണ്ടും ചിന്ത വരുന്നു, വീണ്ടും സൊല്യൂഷൻ. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഡെയിലി റുട്ടീൻസ് എങ്ങനെ ചെയ്യും? നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അതെങ്ങനെ ചെയ്യും? നമ്മളിങ്ങനെ പഠിക്കും. അപ്പം ഞാനൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷേ അത്രയും സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടാണ്, അത്രയും ടൈം എടുത്തിട്ടാണ് ഞാനൊക്കെ അതിന് പുറത്തേക്ക് വന്നത്. സോ OCD ഉള്ളവർ ആദ്യമായിട്ട് ചിന്തിക്കുക, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ആ OCDയുടെ ഒരു മെസ്സേജ് ഉണ്ടാവും. നിങ്ങളുടെ OCDക്ക് നിങ്ങൾക്കും ഒരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആ ഒരു OCDയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡിസിപ്ലിൻ ഇല്ലായിരുന്നു. അതായത് എപ്പോഴൊക്കെ എൻ്റെ ഡിസിപ്ലിൻ ലാക്കാവുന്നോ ആ സമയത്തൊക്കെ എനിക്ക് ഈ OCD ഇങ്ങനെ പൊന്തി വരുമായിരുന്നു. അതായത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനത്തെ
വേർഡ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചിന്ത ഇപ്പോഴും ഇല്ല, പൂർണ്ണമായും മാറി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇന്ന് എൻ്റെ കൺട്രോളിലാണ്. കാരണം ഇന്ന് ആ ചിന്തകൾ വന്നാൽ തന്നെ അതിനെ എന്നെ കൺട്രോൾ, അതായത് ഒരു നോർമലായിട്ട് എനിക്കത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഒരിക്കലും ഈ ചിന്തകൾ നമുക്ക് മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. കാരണം ഒരു ചിന്ത നമുക്ക് അപ്പാടെ നമ്മുടെ മൈൻഡിൽ നിന്ന് അങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് കളയാനൊന്നും ഒരിക്കലും സാധിക്കില്ല. പക്ഷെ അതിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റും. അതൊരു നോർമലൈസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ രീതിയിൽ, അതായത് നമ്മൾ എന്താണ് നമ്മുടെ ഒസിഡിയുടെ മെസ്സേജ്. ഇപ്പം എൻ്റെ ഒസിഡ് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയായിരുന്നു. സോ എൻ്റെ ലൈഫിൽ ഞാൻ ഡിസിപ്ലിൻ എപ്പോൾ കൊണ്ടുവന്നോ അപ്പോൾ തൊട്ട് ഒ സി ഡിയുടെ ഈ ഒരു സിംറ്റംസ് കുറച്ചായിട്ട് കുറഞ്ഞു വന്നു. ഒരിക്കലും ചിന്തകളെ നമ്മൾ എതിർക്കാൻ പാടില്ല. ഈ ചിന്ത വരുമ്പോൾ അയ്യോ ഇങ്ങനെ ഒരു ചിന്ത വരുന്നു, ഞാനങ്ങനെ ഉള്ള വ്യക്തിയല്ല, ഞാനങ്ങനെ പറയില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തയോടുകൂടി ആ ചിന്തയുടെ അടുത്ത് നമ്മൾ പോയിട്ട് പോരാടാൻ പോയി കഴിഞ്ഞാൽ എവിടെ എത്തില്ല. ആ ചിന്ത കൂടി വരുള്ളൂ, സ്ട്രോങ് ആയി വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു തോട്ട് വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക, ഇത് നിങ്ങളുടെ ചിന്തയല്ല, ഇത് നിങ്ങളുടെ ഈ ഒരു ഒ സി ഡി എന്ന പ്രശ്നം കൊണ്ടുവരുന്ന ചിന്തയാണ്. ഇപ്പോൾ ഈ ദൈവത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എല്ലാവരും പുറത്ത് പറയാൻ മടിക്കുന്ന കാര്യമാണ്. കാരണം ദൈവങ്ങളെക്കുറിച്ചൊക്കെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ആൾക്കാർ ഭയങ്കര മോശമായിട്ടല്ലേ ചിന്തിക്കുക. ആരോടെങ്കിലും പോയി പറയാൻ പറ്റും എനിക്ക് ദൈവത്തിനെ കാണുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തയൊക്കെ വരുന്നു എന്നൊക്കെ? ആരും അങ്ങനെ പറയാറില്ല. പക്ഷേ അങ്ങനെ ആ ചിന്ത വരുന്നത് നമ്മുടെ ചിന്തയല്ല, അതൊരു ഒ സി ഡിയുടെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചിന്ത. ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയല്ല. ആദ്യം നിങ്ങൾ അതൊന്ന് മനസ്സിൽ സെറ്റ് ചെയ്യുക. അതായത് ഇത് എൻ്റെ ചിന്തയല്ല, ഇത് ചിന്ത വന്നോട്ടെ. അപ്പം എനിക്കൊക്കെ അങ്ങനെ ആ ചിന്ത വരുമ്പോൾ അയ്യോ ഞാൻ ഇത്രയും മോശമായിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് ദൈവത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ നെഗറ്റീവായിട്ട് ഞാൻ എന്തെങ്ങനെ ചിന്തിക്കുന്നത്, ഞാൻ അങ്ങനത്തെ വ്യക്തിയല്ല എന്ന് ഞാൻ എന്നോട് തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ എന്ത് കാര്യം, ആ ചിന്ത അവിടെ സ്ട്രോങ്. കാരണം നമ്മൾ ഒരാളോട് എതിരിടാൻ പോകുമ്പോൾ അത് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ശക്തി കൂടുക ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ആ ചിന്തയോടുകൂടി പോരാടാൻ പോകുമ്പോൾ ആ ചിന്തയ്ക്ക് സ്ട്രോങ് ആവുക ചെയ്തോ കൂടുതൽ. നമ്മൾ എന്ത് ചെയ്യണം, ആ ചിന്ത വരുമ്പോൾ വന്നോട്ടെ, അത് നമ്മുടെ ചിന്തയല്ല, അതൊരു ഒ സിയുടെ ഭാഗമായിട്ട് വരുന്ന ചിന്ത. ഞാൻ ആ രീതിയിലുള്ള വ്യക്തി എന്തായാലും അല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് പ്ലാൻ ചെയ്യണം, ഇങ്ങനത്തെ ചിന്തകൾ മൈൻഡിൽ കയറി വരുമ്പോൾ, ഇപ്പം അങ്ങക്ക് നമുക്ക് ദൈവത്തിൻ്റെ ഫോട്ടോ കാണുമ്പോഴായിരിക്കും ആ ചിന്ത വരുന്നത്. സോ നമ്മൾ അപ്പോൾ ആ ചിന്ത വരുമ്പോൾ എന്ത് ചെയ്യണം, വന്നോട്ടെ, വരും, അത് പോവും. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ വീട്ടിൽ നമുക്കിഷ്ടമില്ലാത്തൊരു വ്യക്തി വരികയാണെന്ന് വയ്ക്കുക. നമ്മൾ എന്ത് ചെയ്യും, അയാളെന്നെ കണ്ട ഭാവം നടിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അയാളോട് സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്കിഷ്ടമില്ല, നമ്മൾ കണ്ട ഭാവം നടിക്കില്ല. ഒരു ദിവസം വന്നു, 2 ദിവസം വന്നു, 3 ദിവസം വന്നു, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് കരുതുമ്പോൾ ആളെന്ത് ചെയ്യും, ആള് വരാതെയാവും. ഇതേപോലെയാണ് നമ്മുടെ ഈ ചിന്തകളും. നമ്മൾ വരട്ടെ, ആ ചിന്ത വരട്ടെ പോട്ടെ, നമുക്കെന്താണ്, നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന മെഡിറ്റേഷൻസ് ഒക്കെയാണ്, മെഡിറ്റേഷൻ, അഫർമേഷൻ ഒക്കെയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യും തോറും 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമുക്ക് ഫലം കിട്ടില്ല, തീർച്ചയായും കിട്ടില്ല. നമ്മൾ വിചാരിക്കും 1 ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, ഈവൻ 7 ദിവസം വരെ ചെയ്തു, പക്ഷേ ഒരു ഫലമൊന്നും കാണുന്നില്ല. പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം ഇതിലൊക്കെ മാറ്റം വരാൻ ഒരു സമയം എടുക്കും. 7 ദിവസം കൊണ്ട് ചെറിയൊരു മാറ്റം വരും. 21 ദിവസം വരുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് മാറ്റം ഫീൽ ചെയ്യും. അതായത് ഈ ചിന്തകളൊക്കെ നമുക്ക് കൺട്രോളിൽ നിർത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരും. ഒരു 60 ദിവസമൊക്കെ ആകുമ്പോൾ, ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ എൻറ്റയർലി നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഈ അഫർമേഷൻ, പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻ, ഞാൻ സ്ട്രോങ് ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, എനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ അത്രയും നമ്മുടെ മൈൻഡ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ് മാറിയിട്ടുണ്ടാവും. നമുക്ക് ഈ ചിന്തകളൊക്കെ പിന്നെ നമ്മൾ മറന്നേ പോകും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ട് എന്നൊക്കെ നമ്മൾ മറന്നേ പോകും. ആ രീതിയിൽ നമ്മുടെ മൈൻഡ് മാറിക്കൊണ്ടിരിക്കും. സോ നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ ഒ സി ഡി നമ്മൾ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മളിൽ തന്നെ വർക്ക് ചെയ്യണം. നമ്മളിതിനെ അവോയ്ഡ് ചെയ്ത് കളയുക. ഈ ചിന്തകളെ വരുമ്പോൾ അത് വന്നോട്ടെ പോയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു റുട്ടീൻ, പുതിയ ഒരു റുട്ടീൻ, നമ്മുടെ റുട്ടീനൊക്കെ തെറ്റിക്കിടക്കുന്ന വ്യക്തികളായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുന്നവർ. അങ്ങനെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് വരുന്നവർക്ക് ഭൂരിഭാഗം പേർക്കും ഡിസിപ്ലിൻ കുറവ് തന്നെയായിരിക്കും. കാരണം നമ്മൾ കേട്ടിട്ടില്ലേ, അലസന്റെ മനസ്സാണ് സാത്താന്റെ പണിപ്പുര എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പം അതുപോലെ ഇവർക്ക് ഡിസിപ്ലിൻ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇവർ പല ചിന്തകളും ഇങ്ങനെ കയറി വരുന്നതും. പക്ഷെ നമ്മൾ നമ്മുടേതായിട്ട് പുതിയ റുട്ടീൻ, നമ്മൾ 5 മണിക്ക് എണീക്കുക, അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കുക, നേരത്തെ എണീക്കുന്നു, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഞാനൊക്കെ ചെയ്തതൊട്ട് എഴുതി വെക്കുമായിരുന്നു. രാവിലെ എത്ര മണിക്ക് എണീക്കും, ആദ്യം ഇത് ചെയ്യും. ആദ്യമൊന്നും തീരെ പറ്റില്ല നമുക്ക്. നമ്മുടെ റുട്ടീനൊക്കെ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോഴേ നമുക്ക് പറ്റാതെ ആവും. അങ്ങനെ ഭയങ്കര ഒരു സ്ട്രഗിളായിരിക്കും, സ്ട്രെസ്സായിരിക്കും നമുക്ക്. പക്ഷെ നമ്മൾ ചെയ്യാം. കുറച്ച് ദിവസം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ റുട്ടീനിലായി മാറും. പിന്നെ നമ്മൾ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാം.
ഇപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ, പുതിയ ലാംഗ്വേജ് പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക, അങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളതിനെ പൂർണ്ണമായിട്ടും നമ്മളതിനെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ആവുമ്പോൾ ഈ ചിന്തകൾ, പഴയ ഈ ഒരു ട്രാക്ക് അത് കട്ടായി പോവും. അതായത് നമ്മൾ ആ ഒരു പഴയ വരുന്ന ചിന്തകളൊക്കെ തന്നെ പതിയെ പതിയെ മാഞ്ഞു പോവും. നമ്മുടെ അതൊക്കെ സയന്റിഫിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരേ കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിലെ ന്യൂറോൺസ് തമ്മിലുള്ള ബന്ധം കൂടും, അല്ലേ? ന്യൂറോൺസിന്റെ ഞരമ്പുകളുടെ തമ്മിലുള്ള ന്യൂറോൺസ് തമ്മിലുള്ള കണക്ഷൻസ് ആണല്ലോ, തലച്ചോറിലെ കണക്ഷൻസ് ആണല്ലോ നമുക്ക് ചിന്തിക്കാൻ ആ ഒരു ഇത് വരുന്നത്. പക്ഷെ നമ്മൾ അത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത്, അതായത് ആ ഒരു കാര്യത്തെക്കുറിച്ച് ആ കാര്യത്തെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ആ ഒരു കണക്ഷൻസ് തന്നെ ഇല്ലാതെയാവും. അതുപോലെ നമ്മൾ പുതിയ നല്ല നല്ല കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുക. ഇപ്പം ദൈവത്തിനെ കാണുമ്പോൾ നമുക്ക് ആ ചിന്ത വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ, അത് എൻ്റെ ചിന്തയല്ല, അത് OCD തരുന്ന ചിന്തയാണ്. OCD ചിന്ത എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ വ്യക്തി എന്തായാലും അല്ല. അതുകൊണ്ട് അത് എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എൻ്റെ ചിന്തയല്ല എന്നുള്ളത് അത് നമുക്ക് അറിയാമല്ലോ, എൻ്റെ ചിന്തയല്ല. അത് വീണ്ടും ആ ചിന്തയ്ക്ക് ഒരു സ്ട്രെങ്ത് കൊടുക്കുന്ന പോലെയാവും. നമ്മൾ എപ്പോഴും ഇത് എൻ്റെ ചിന്തയല്ല, നീ ആരെന്ന്, അങ്ങനെയല്ല. ആ ചിന്ത വരുമ്പോൾ നമ്മൾ കാമാവും. നമ്മുടെ മൈൻഡിൽ ഒന്നും നമ്മൾ പറയണ്ട, ഒന്നും ചിന്തിക്കണ്ട. ചിന്ത വരും പോവും. നമ്മൾ എന്താണോ ചെയ്യുന്നത്, പ്രാർത്ഥിക്കാൻ പോവുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ പറയുക, തിരിച്ചു പോരുക. ഇങ്ങനത്തെയുള്ള ഒരു മെന്റൽ വോയിസ്, മൈൻഡ് വോയിസ് ഉണ്ടല്ലോ, അത് ഉള്ളിലിങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കും. അത് ഇരുന്നോട്ടെ, വരിക പോവുക, എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആ രീതിയിൽ നമ്മൾ ഡിസിപ്ലിൻ ആവുക. ഇങ്ങനെയുള്ള ചിന്തകളെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഇങ്ങനത്തെ കുറച്ച് ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ ലെങ്ത്ത് കൂടിപ്പോകും വീഡിയോയുടെ. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ, അഫർമേഷൻ മസ്റ്റായിട്ട് ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ഒരു സ്റ്റേബിളായിട്ട് നിർത്താനും നമ്മുടെ മൈൻഡ് കാമായിട്ട് നിർത്താനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ ആൻഡ് അഫർമേഷൻ വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തോന്നും എന്തോ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് എന്ത് ഗുണം, ഒരു അഫർമേഷൻ ചെയ്തുകൊണ്ട് എന്ത് ഗുണം എന്ന് നമുക്ക് പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തോന്നാം. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞ് ആ വ്യക്തിയോട് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ട് ചെയ്യണം നമ്മൾ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി പറയും അതിൻ്റെ ആ ഗുണം, അല്ലെങ്കിൽ അയാൾക്കുള്ള ചേഞ്ച്. സോ OCD എന്നുള്ളത് ഒരിക്കലും ഒരു രോഗമല്ല, അതൊരു മൈൻഡിൻ്റെ ഒരു അവസ്ഥയാണ്. അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയുള്ളൂ. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്, അപ്പോൾ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. OCD കൊണ്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. പലപ്പോഴും തുറന്ന് പറയാൻ പറ്റാതെ, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ റിലേറ്റീവ്സിനെ കുറിച്ച് പോലും നെഗറ്റീവ്, സ്വന്തം അമ്മയെ കുറിച്ച് പോലും കാണുമ്പോൾ പോലും നെഗറ്റീവായിട്ട് ചിന്ത വരുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ എങ്ങനെ ഇതൊക്കെ പുറത്ത് പറയും, ആരോട് പറയും? ആരെങ്കിലും പറഞ്ഞാൽ ഇവരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കില്ലേ? ആ രീതിയിലുള്ള ചിന്തകളായിരിക്കും ഇവർക്ക്. പക്ഷെ അവർ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ ചിന്തയല്ല, ഇത് OCD എന്നൊരവസ്ഥ ഉള്ളത് കൊണ്ട് വരുന്ന ചിന്തയാണ്. നമ്മൾ ഈ ഒരു പുതിയ രീതിയിൽ നമ്മൾ റുട്ടീൻസും മെഡിറ്റേഷനും ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഈ ചിന്തകളുടെ ശക്തി കുറയും. നമ്മൾ പുതിയൊരു വ്യക്തിയായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനുള്ള വളരെ വലിയൊരു കഴിവുണ്ട് നമ്മളതിനെ പുതിയൊരു വ്യക്തിയാക്കി മാറ്റാൻ. സോ അതിൻ്റെയൊക്കെ വീഡിയോസ്, സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യണം എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ വരുന്ന വീഡിയോസിൽ ചേർക്കുന്നതാണ്. സോ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് പുതിയ ഒരു റുട്ടീൻ ഉണ്ടാക്കുക, എന്നിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് തുടങ്ങുക ഓരോ ദിവസവും. ചെയ്യുക, ചുമ്മാ അങ്ങോട്ട് ചെയ്യുന്നേ. നമ്മൾ ഒരു ദിവസം ഇപ്പോൾ ഒരു 8 മണിക്ക് എണീക്കുന്ന ആളോ 9 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ 6 മണിക്ക് എണീക്കുക. എന്നിട്ട് പുതിയ റുട്ടീൻസ്, രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, അങ്ങനെ രീതിയിൽ ഞാനൊക്കെ എഴുതി വെച്ച് ചെയ്യുമായിരുന്നു. എണീക്കുന്നു, കുളിക്കുന്നു, അതുപോലെ ഭക്ഷണം കഴിക്കുക, ഇന്ന സമയത്ത് ഇന്നത് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ഓക്കെ ആവും. തീർച്ചയായും മാറാൻ പറ്റും. എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മാറാൻ പറ്റും. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.